ഹായ് നമസ്കാരം. നമ്മളെ ബഹ്റൈനിൽ പൂജയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിരിക്കുന്ന ഒരു സമയമായി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നേരെ പോയത് ബഹ്റൈൻ സൗദി ബോർഡറിലേക്കാണ്. പോണ വഴിയിലെ കാഴ്ചകളാണ് കാണുന്നത് കേട്ടോ. ഈ പോകുന്ന റോഡ് കടലിൻ്റെ നടുക്കേ കൂടിയാണ് പോണത്. നമ്മൾ റോഡ് പണിയാൻ വേണ്ടിയിട്ട് ഇവരിവിടെ കടൽ അതിൻ്റേതായ രീതിയിൽ നികത്തിയിട്ടൊക്കെ ഉണ്ട് ചെയ്തേക്കണം, റോഡ് ഉണ്ടാക്കിയേക്കണം. അപ്പോൾ നമ്മൾ ആ ബോർഡറിലെത്തി. അവിടെയൊക്കെ നടന്ന് കാണാനായിട്ട് അത്യാവശ്യം ഭംഗിയുള്ളതായ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. പിന്നെ സ്വാഭാവികമായിട്ട് ഇവിടെ ഈന്തപ്പനകൾ കൂടുതലായിട്ട് എല്ലാ റോഡ് സൈഡിലും ഉണ്ട്. അപ്പോഴാണ് കടലാണ് കണ്ടേട്ടാ. അപ്പോൾ കടലിൻ്റെ അകത്ത് ഏതോ ദേശാടന പക്ഷികളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ സൗദിയുടെ സൈഡിലേക്ക് ഒന്ന് നടന്നിട്ട് നമുക്ക് അധികം അങ്ങോട്ട് പോകാൻ പറ്റില്ല, വിസ ഇല്ലാത്തതുകൊണ്ട്. ബഹ്റൈനിലെ വിസ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അതുകൊണ്ട് നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായില്ല. അതിൻ്റെ ഇടയിൽ നമ്മൾ കണ്ട് നടക്കണതൊക്കെ വേറൊരാൾ വീഡിയോയിൽ എടുത്തതാണ് ഈ കാണുന്നത്, നമ്മളറിയാണ്ട് എടുത്തതാണ്. അപ്പോൾ ഈ ദേശാടന പക്ഷികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000കണക്കിന് ഉണ്ടായിരുന്നു ആ കടലിനകത്ത്. ഈ രാമേശ്വരത്തേക്ക് പോലെ തന്നെ ഇവിടെയും തിരയില്ലായിരുന്നു കേട്ടോ കടലിന്. പിന്നെ നമ്മളൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ചായക്കടയിൽ പോയി. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഉണ്ട് ചായക്കടയിൽ നിന്ന് മലയാളത്തിൽ എഴുതിയ മലയാളികൾ നടത്തുന്ന ചായക്കട ഉണ്ടായിരുന്നു കേട്ടോ. ചായ ഒക്കെ കുടിച്ച് അതിൻ്റെ ഇടയിൽ ഇവിടുത്തെ ഒരു കിളിയാണ് ഈ കാണുന്നത്. ഇവിടുത്തെ പ്രാവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് ആളുകളൊന്നും പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് കുറേ കിടന്നൊരു വീഡിയോ എടുത്താണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് രണ്ടാമത് നമ്മൾ പോയതൊരു മാളിലേക്കാണ് കേട്ടോ. ഇവിടെ ഒരുപാട് മാളുകളുള്ളതുകൊണ്ട് എനിക്ക് പേര് ഓർക്കണില്ല. അപ്പോൾ നമ്മൾ മാളിലെത്തി അവിടുത്തെ പാർക്കിങ്ങാണ് ഈ കാണുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ മാളിൽ നിന്ന് ഉള്ളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോണ്ടല്ലോ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സാധനമുണ്ട്. ഈ കാണുന്ന ടോപ്പ് മാറും കേട്ടോ, ആ ഡിസ്പ്ലേ മാറും, വേറെയൊക്കെ ആവും കണ്ട തെങ്ങായി. അങ്ങനെ പല പല ഡിസൈനിലേക്ക് വരും കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ളൊരു ഇൻറ്റീരിയൽ തന്നെയാണ് അതിൻ്റെ. അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടി അങ്ങനെ നടന്ന് മുന്നോട്ട് വന്നപ്പോഴാണ് സെൻറ്ററിലായിട്ട് മാളിൻ്റെ നടുക്കുന്ന് ഏറ്റവും താഴെ മുതൽ മുകളിൽ ടോപ്പ് വരെ ഉണ്ട് കേട്ടോ. ഈ അക്വേറിയം, സ്രാവ് വരെ ഉണ്ട്, എല്ലാ കടൽ മത്സ്യങ്ങളും ഉണ്ട്. ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിട്ടത്. അങ്ങനെ മാളിൻ്റെ പുറത്തെ കാഴ്ചകളാണ്. ഇവിടെ ഈ രാത്രിയിൽ വാട്ടർ ഡാൻസ് പോലുള്ളതായ പരിപാടി ഉണ്ടാവട്ടെ. തിരിച്ചിറങ്ങിയപ്പോഴേക്കും ഇത്തിരി ഇരുട്ടായിട്ടുണ്ടായി. അപ്പോഴത്തേക്കും ഫ്ലാറ്റുകളിലൊക്കെ ലൈറ്റ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ശരിക്കും കാണേണ്ടത്. നമ്മൾ പകൽ കാണുന്നതിനെക്കാട്ടിലും രാത്രി ലൈറ്റൊക്കെ വന്നു കഴിയുമ്പോഴാണ് ഇവിടുത്തെ ബിൽഡിങ്ങുകൾ കാണാൻ അത്ര സുന്ദരമാണ്. അപ്പോൾ ഒരു മതിലാണ് കാണുന്നത് കേട്ടോ. അതുവരെയും ഇത്ര വളരെ മനോഹരമായിട്ട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടായിട്ട് ഇവിടെ എല്ലാം കണ്ട് മടങ്ങുന്ന വഴിയിൽ നമ്മളുടെ പോസ്റ്റ് ഓഫീസ് കാണിച്ചു തന്നിട്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ്. അതുപോലെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി കണ്ടിട്ടാ, കാണാൻ തന്നെ എന്ത് രസം നോക്കി. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.